ഇത് എല്ലാ വ്യക്തികളിലും ഉള്ളിൽ ജനിക്കേണ്ട ഒരു കാര്യമല്ലേ? അല്ലെങ്കിൽ ഒരു ഗുരുകുലത്തിലോ ഒരു ഗുരുവിൽ നിന്നോ അല്ലെങ്കിൽ വീട്ടിലെ മാതാപിതാക്കളിൽ നിന്നോ ഇത് വരേണ്ട ഒരു ചിന്താധാരയല്ലേ? നൂറ്റാണ്ടുകളായിട്ട് ഇവിടെ ഉണ്ടാകുന്ന വിദ്യാഭ്യാസം ഉണ്ടായി വന്നിട്ട് നൂറ്റാണ്ടുകളായി വിദേശ സംസ്കൃതിയിൽ നിന്നുണ്ടായിരിക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മളുടെ ധാർമ്മിക മൂല്യങ്ങൾക്ക് ശോഷണം സംഭവിപ്പിച്ചു. അത് നമ്മൾക്ക് വളരെ 1800-കളിലാണല്ലോ അത് തുടങ്ങിയിരിക്കുന്നത്. അത് ജനകീയമായി കുറിച്ചാണോ സാർ ഉദ്ദേശിച്ചത്? അതെ അതെ. വൈദേശിക ആളുകൾ വിദേശികൾ വന്നിട്ട് ഇവിടെ ഉണ്ടാക്കിയ വിദ്യാഭ്യാസ സമ്പ്രദായം അതത്ര ഗുണകരമായിരുന്നില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോൾ നമ്മളുടെ ദക്ഷിണ ഭാരതത്തിൽ ഉണ്ടായിരുന്ന കാന്തളൂർ ശാല ഉൾപ്പെടെയുള്ളതെല്ലാം നശിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. പലതരത്തിലുള്ള വൈദേശിക ആക്രമണങ്ങൾ, പല മതക്കാരുടെ ആക്രമണങ്ങൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ അവരുടെ സംസ്കാരം ഒരു പ്രത്യേക വിഭാഗത്തിന്റെ സാംസ്കാരികമായ വ്യാപനത്തിന് വേണ്ടി അവർ ഇത്തരം ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളെ ഇല്ലാതാക്കാനും ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ കൊണ്ടുവന്ന വിദ്യാഭ്യാസ സമ്പ്രദായം ധാർമ്മിക മൂല്യങ്ങളിൽ നിന്ന് വളരെ അകന്നു. ഭാരതത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നോക്കുമ്പോൾ ഏകദേശം 1960-കൾ മുതലാണ് ജനകീയമായി വിദ്യാഭ്യാസം സ്വീകരിക്കാനായിട്ട് ആധുനിക വിദ്യാഭ്യാസ സമ്പ്രദായം നിലനിർത്തുന്ന പള്ളിക്കൂടങ്ങളിൽ ജനം പോയി തുടങ്ങി. അതിനോട് അനുബന്ധിച്ച് ഒരുപാട് വിദ്യാഭ്യാസം ഏകദേശം 1950, 55, 60-ലാണ് ജനകീയമാകുന്നത്. 1980-കളിലാണ് സർവരും പള്ളിക്കൂടങ്ങളിൽ എത്തിപ്പെടുന്നത്. അപ്പോഴേക്ക് അതുവരെ ഉണ്ടായിരുന്ന ഒരുപക്ഷെ കാന്തളൂർ ശാല പോലുള്ള വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ, ഒരുപാട് യൂണിവേഴ്സിറ്റികളും ഭാരതത്തിൽ അസ്തമിച്ചതിന് ശേഷം ഉണ്ടായിരുന്ന ഇടയ്ക്കുള്ള വിടവിൽ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളൊക്കെ നശിച്ചപ്പോൾ രാജകൊട്ടാരങ്ങളും അങ്ങനെയുള്ള കുറെ ഭാഗങ്ങളിൽ മാത്രം വിദ്യാഭ്യാസം ജനകീയമായി കിട്ടിയിരുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ അതും പോലും കിട്ടാതിരുന്ന സാധാരണ മനുഷ്യർക്ക്, അതുപോലും കിട്ടാതിരുന്ന വായ്ത്താരിയായി കുറച്ച് അറിവുകൾ മാതാപിതാക്കളിൽ നിന്ന് മാത്രം കിട്ടിയിരുന്ന ആളുകൾക്കുണ്ടായിരുന്ന സംസ്കാരം പോലും ഇപ്പോൾ കാണുന്നില്ല. അതിനുദാഹരണം 70-കൾ 80-കൾ വരെ ഇപ്പോഴും ഈ അടുത്ത കാലം വരെയും പള്ളിക്കൂടങ്ങളിൽ പോകാതിരുന്ന ആളുകൾ കാണിച്ചിരുന്ന ധാർമ്മിക ബോധം ഈ പള്ളിക്കൂടത്തിൽ പോയി വിദ്യാഭ്യാസം ചെയ്തിരിക്കുന്ന ആളുകളോ ഉന്നതമായ ഉദ്യോഗസ്ഥരോ ആരും കാണിക്കുന്നില്ല. ഇപ്പോഴും പള്ളിക്കൂടങ്ങളിൽ പോകാതിരുന്ന ആളുകൾ നമ്മൾ ജോലിക്ക് വിളിക്കുന്നവരൊക്കെ ഇപ്പോഴും അവരൊക്കെ ഇപ്പോഴും ധാർമ്മിക മൂല്യങ്ങളുള്ളവരാണ്. കാരണം അവർക്ക് ലഭ്യമാകുന്ന പൈസ നമ്മൾ കൃത്യമായി കൊടുക്കുമ്പോഴും അവർ ആത്മാർത്ഥത കൊണ്ട് അവരുടെ ധർമ്മത്തെക്കുറിച്ച് നല്ല ബോധമുള്ളവരാണ്. അത് ചെയ്തിട്ടാണ് പോലും അവർ അത്രയും കാണിക്കുമ്പോൾ ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ അതേ ധാർമ്മിക മൂല്യങ്ങൾ സൂക്ഷിക്കുന്ന ആളുകളാണ് കുറച്ചും കൂടെ ബോധപൂർവം ആ ജോലി ചെയ്തു തന്നയാളുടെ ദാരിദ്ര്യം മാറ്റത്തക്ക വിധത്തിൽ അയാളെ സഹായിച്ചിട്ട് അയാളെ എല്ലാ തരത്തിലും ഹെൽപ്പ് ചെയ്തിട്ടാണ് വിടുന്നത്. ഹെൽപ്പ് ചെയ്യാന്നുള്ള ബോധം പോലും ഇല്ല, അതും തെറ്റാണ്. കാരണം ശരിക്കും ഈശ്വരൻ തന്നെ വന്ന് സഹായിക്കുന്നതായിട്ടാണ്. നമ്മൾ ജോലിക്കാരൻ വന്ന് നമ്മൾക്ക് ജോലി ചെയ്തു തരുമ്പോൾ അതും ഈശ്വരൻ തന്നെ വന്ന് സഹായിക്കുകയാണ്. ആ ഈശ്വരന് ദുഃഖം വരാതിരിക്കണം, അതിനാണ് അയാൾക്ക് പൈസ കൊടുത്തുള്ളത്. അത്രയും, കാരണം സർവ്വതിനും ഈശ്വരനാണല്ലോ, എല്ലാത്തിലും ഈശ്വരനുണ്ട്. ഒരു പ്രത്യേക വസ്തുവിലോ ഒരു പ്രത്യേക ബിംബത്തിലോ മാത്രമല്ല. പിന്നെ എല്ലാത്തിലുമുള്ള ഈശ്വരനെ തിരിച്ചറിയാനുള്ള അന്തർജ്ഞാനം ഉണരാത്തതിനാലാണ് ഏതെങ്കിലും ഒരു വസ്തുവിലേക്ക് നമ്മൾ ഈശ്വരനെ കണ്ടുകൊണ്ട് ക്ഷേത്രങ്ങളിലേക്കൊക്കെ പോകുന്നത്. ആ ഒരു അന്തർജ്ഞാനം എന്തുകൊണ്ടാണ് നഷ്ടപ്പെട്ടത്? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ വൈദേശിക ആക്രമണങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഭാരതത്തിൽ ഓരോരോ കാലയളവിലും വൈദേശിക ആക്രമണങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മളിപ്പോൾ അതിനോടൊപ്പം തന്നെ ഇവിടെ ഉണ്ടായ ആചാര്യന്മാർ പിൽക്കാലത്ത് വന്നവരൊക്കെ ഇന്നും അത് തന്നെ തുടരുന്നുണ്ട്. പല ആചാര്യന്മാരും അവർക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് ആശയങ്ങളെ വളച്ചൊടിച്ച് അവതരിപ്പിച്ചും ഒക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു കുഴപ്പങ്ങൾ വന്നിട്ടുണ്ട്. ഭാരതത്തില് ഈ വൈദേശിക ആക്രമണങ്ങളാൽ തന്നെയും അവരുടെ ആധിപത്യത്താലും സംസ്കാരം നശിച്ചു എന്ന് പറയുമ്പോൾ അതിന് കാരണഭൂതരായിട്ടുള്ളവർ ഇവിടുത്തെ അക്കാലങ്ങളിൽ നിലനിന്ന പല ഗുരുക്കന്മാരും സ്വാമിമാരും ഒക്കെ തന്നെ. കാരണം മറ്റൊരു ഭാരതത്തിന്റെ പല ഭാഗങ്ങളിലും ഉച്ചനീചത്വങ്ങളൊക്കെ വളരാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ഇവിടെ കർമ്മഠന്മാരും ജ്ഞാനമാർഗികൾ എന്ന് പറയുന്നത് വേദാന്തികൾ തന്നെ, ഈ വേദങ്ങൾ പഠിച്ചവർ തന്നെ കർമ്മഠന്മാരുണ്ട്. കർമ്മമാർഗം വേദങ്ങളെ സ്വീകരിച്ചവരും ശീലിച്ചവരും ജ്ഞാനമാർഗം സ്വീകരിച്ചവരും ഉണ്ടായിരുന്നു. അത് മുമ്പേ പറഞ്ഞ ജ്ഞാനയോഗ മാർഗം എന്ന് പറയുന്നത് കുറച്ച് വ്യത്യാസമുണ്ട്. അത് വളരെ വിപുലമായൊരു വിഷയമാണ്. അപ്പൊ ജ്ഞാനമാർഗികളും കർമ്മഠന്മാരും തമ്മിലുള്ള കർമ്മമാർഗികളും വേദങ്ങളിലെ കർമ്മമാർഗം സ്വീകരിച്ചവരും വേദങ്ങളിലെ ജ്ഞാനമാർഗം സ്വീകരിച്ചവരും പല ഗ്രൂപ്പുകളായി നിലനിന്നുകൊണ്ട് അവരെല്ലാം തന്നെ സന്യാസ സമ്പ്രദായങ്ങൾക്ക് അവരുടേതായ ഇച്ഛാനുസരണമുള്ള ആശയങ്ങൾ നൽകിക്കൊണ്ട് നിറം പിടിപ്പിച്ച് അവരത്ര മാർഗങ്ങൾ സ്വീകരിച്ച് അവരുടേതായ ആശ്രമങ്ങൾ കെട്ടിപ്പോക്കുകയും അവരതിലൂടെ ഓരോ വിഭാഗം ശിഷ്യന്മാരെ കൊണ്ടുവരികയും ചെയ്തു. ഇവർ തമ്മിൽ അങ്ങ് യുദ്ധമായപ്പോഴും ഈ വിടവിലൂടെ പല രാജാക്കന്മാരും പരസ്പരം നശിക്കുകയും യുദ്ധം ചെയ്ത് നശിക്കുകയും അവർക്ക് ആശയങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള വളരെ എന്ന് വെച്ചാൽ വ്യാവഹാരിക തത്വങ്ങളോ പ്രാതിഭാസിക തത്വങ്ങളോ പാരമാർത്ഥിക തത്വങ്ങളോ പറഞ്ഞു കൊടുക്കാനുള്ള ശേഷി ഇല്ലാത്തവരായ ആചാര്യന്മാര്, ഒരു പരിധി ഫേക്ക് ഗുരുക്കന്മാരെന്ന് പറയാം, ഇങ്ങനെയുള്ളവരെല്ലാം നിലനിന്ന ഒരു കാലയളവുണ്ട്.
ആ സമയത്താണ് വൈദേശിക ആക്രമണങ്ങൾ വന്നതും വിദേശികൾ ഇതിനെയൊക്കെ പിടിച്ചടക്കിയത്. അപ്പോഴും ഈ ആശയക്കാരല്ല, താർക്കികന്മാർ തർക്കിച്ചുകൊണ്ടിരുന്നു, കർമ്മടന്മാർ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു, ജ്ഞാനമാർഗികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. ഇവരെല്ലാം തർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു വഴി കൂടെ ഇവിടുത്തെ എല്ലാ സംസ്കാരങ്ങളും തച്ചുടയ്ക്കപ്പെടുകയാണ് ചെയ്തത്. എന്നാൽ അതിനിടയ്ക്ക് ഇരുന്ന ശ്രേഷ്ഠരായ അല്ലെങ്കിൽ പരമാത്മജ്ഞാനികളായിരുന്നവർക്ക് ഇതിനിടയിലൊന്നും ഇതിനെ വ്യാപരിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ പോലും ഇല്ലാതായിരുന്നു. എന്ന് വെച്ചാൽ എപ്പോഴും നിഷിദ്ധമായ ശക്തികൾ, ദുഷ്ടശക്തികൾ, ഛിദ്രശക്തികളുടെ പ്രവർത്തനങ്ങൾക്കാണ് വേഗത കൂടുതൽ. എപ്പോഴും എന്നുവെച്ചാൽ നെഗറ്റീവ് എനർജിക്കാണല്ലോ. ഒരു ഭിത്തി കെട്ടിപ്പൊക്കാൻ നമ്മൾ എത്ര കാലം സ്വപ്നം കാണണം, ഒരു കെട്ടിടം കെട്ടിപ്പൊക്കാൻ. ഒരു കുഞ്ഞു വിചാരിച്ചാൽ 2 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ കയ്യിൽ ഒരു ചുറ്റിയോ കൊടുത്തു വെച്ചിരുന്നാൽ അവനൊരു ദിവസം കൊണ്ട് ഒരു ഭിത്തി അടിച്ച് താഴെ ഇട്ട് തരും. അപ്പോൾ നാശോന്മുഖമായ ശക്തികൾക്ക് എപ്പോഴും തീവ്രത കൂടുതലാണ്, അവരെപ്പോഴും വ്യാപിച്ചുകൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ധാർമ്മികത ഭാരത സംസ്കാരത്തിന്റെ ഭാഗം അല്ലെങ്കിൽ ഈ മണ്ണിന്റെ ഭാഗം എന്ന് പറയുന്നതും അതിനെ ബാക്കിയുള്ള ഒരു രാജ്യങ്ങളിലോ ഭൂഖണ്ഡങ്ങളോ അതിനോട് ഉപമിപ്പിക്കാത്തത്? എന്താ വെച്ചാൽ ഭാരതത്തിന്റെ പ്രാധാന്യം എന്തുകൊണ്ടാണ് ധാർമ്മികത നമ്മൾ ഭാരതീയ സംസ്കാരത്തിനോട് മാത്രം ഉപമിപ്പിക്കുന്നത്? കാരണം ഭാരതത്തിലാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത്. ഏത് ദർശനങ്ങൾ എടുത്തു നോക്കിയാലും യാജ്ഞവൽക്യ ഋഷി അദ്ദേഹത്തിന്റെ ഭാര്യയായ ഗാർഗിയോടും മൈത്രയോടും പറഞ്ഞായിട്ടുള്ള ചോദ്യങ്ങളല്ലാതെ വേദാന്തത്തിൽ ഇനി ഒരു ചോദ്യങ്ങൾ പുറത്തുനിന്ന് ഒരാൾക്കും ചോദിക്കാനില്ല. അപ്പൊ അത്രമാത്രം ശ്രേഷ്ഠകളായ സ്ത്രീകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഇന്ന് യാതൊരു വിധത്തിലുള്ള ജ്ഞാന സൂക്ഷ്മതയെക്കുറിച്ച്, ഭക്തിയുടെ സാധാരണ ഭക്തിക്ക് അപ്പുറത്തേക്കുള്ള ഒരു കാര്യങ്ങളോ ജ്ഞാനയോഗ മാർഗങ്ങളോ ഒന്നും തൊട്ട് തീണ്ടാത്ത ആളുകളാണ് ഭൂരിപക്ഷം സ്ത്രീകളെങ്കിലും ഗാർഗിയെയും മൈത്രേയെയും പോലുള്ള ആളുകളൊക്കെ ജീവിച്ചിരുന്നത് ഭൂമിയും കൂടിയാണ്. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങളിലെ ജനകീയത നഷ്ടപ്പെട്ടു. അതൊരു വലിയ വിഷയമാണ്. അതിനൊരുപാട് കാരണങ്ങൾ പറയേണ്ടിയിരിക്കുന്നു. എന്തൊക്കെയാണ് കാരണങ്ങൾ? പിന്നെ കാലഹരണപ്പെടുന്ന ഏതൊരു വ്യക്തിയും ഇന്നും അങ്ങനെ തന്നെയാണുള്ളത്. ആരെയുള്ള വാളെടുക്കുന്നവരെല്ലാം വെളിച്ചപ്പാടുന്ന നാട്ടുപുറത്തൊരു ചൊല്ലുണ്ട്. അതുപോലെ ഏതെങ്കിലും ഒരു ആശയത്തിന്റെ മുക്കും മൂലയും വക്കും മൂലയും ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ അതിലൂടെ ഞാൻ അന്ന് അവസാന വാക്കെന്ന് പറഞ്ഞുകൊണ്ട് ശോഭിക്കാൻ ശ്രമിക്കുന്നവർ അക്കാലത്ത് നൂറ്റാണ്ടുകളായിട്ട് 1000 വർഷങ്ങൾക്കുള്ളിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. അവരൊക്കെ പറഞ്ഞ് ശോഭിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴവർ പറയുന്നത് തന്നെയാണ് അങ്ങേറ്റത്തെ ആശയങ്ങളെന്ന് പറഞ്ഞ് അവരെപ്പോഴും സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ട്